പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു സ്വർണ്ണക്കടയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ മുന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കൈ ചെയിൻ പൊട്ടിയിട്ട് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് എനിക്കത് പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് മാറ്റി വാങ്ങിക്കാനായിട്ട് നമ്മൾ എടപ്പള്ളിയിലുള്ള ഭീമയുടെ ഷോറൂമിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. മുന്നേ ഇവിടെ നിന്ന് തന്നെയാണ് എനിക്ക് ഈ കൈ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടാണ് മാറ്റി വാങ്ങിക്കാനായിട്ട് പോകുന്നത്. സ്വർണ്ണവില റോക്കറ്റ് പോകുന്നതിൽ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മിച്ചിയുണ്ട്, ഇക്കാകെ ഞാനും പിള്ളേരും കൂടിയിട്ടാണ് വന്നേക്കുന്നത്. ഹംനയും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഹയാസ് വന്നപ്പോൾ മുതൽ ഫോണിലിരിക്കുകയാണ്. പിന്നെ അവർ ജ്യൂസും കോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഹയാസ് ഭയങ്കര കംഫർട്ടായിട്ടിരുന്ന് അവിടെ ഒരു ശല്യം ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഹംന കുറച്ച് വികൃതി കൂടിയിട്ടുണ്ട്. എല്ലായിടത്തും നടക്കണം എന്നുള്ളൊരു മൈൻഡാണ്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ സപ്പോർട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേണ്ടതുപോലെ നല്ല നേക്കിന് എല്ലാ കാര്യങ്ങളും എടുത്തു തരും. അപ്പോൾ ഞാൻ ദേ കഴിച്ചേം കൊടുത്തിട്ട് പുതിയ കളക്ഷൻസ് നോക്കാണ്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഫാൻസി ടൈപ്പും അങ്ങനെ അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഡെയിലി യൂസിന് പറ്റുന്നതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കഴിച്ചേൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു. സച്ചിൻ ചെയിൻ തന്നെയായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു കട്ട ടൈപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഒട്ടും കൊടുത്തു മാറാൻ താല്പര്യമില്ല. പക്ഷെ അതിൻ്റെ കണ്ണി പോയതുകൊണ്ടും അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു തവണ അലക്കിക്കൊണ്ട് നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണെന്തോ പോയതാണ്. എനിക്കതപ്പോൾ കിട്ടിയില്ല പോയ സംഭവം. അപ്പോൾ എത്ര നോക്കിയിട്ടും എനിക്ക് അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ, ഓരോ മോഡൽ നോക്കിയിട്ടും. അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയത് ആ ചേട്ടൻ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നു. പിന്നെ ഈ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഞാനൊന്ന് കയ്യിലിട്ട് നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് സംഭവം ഇഷ്ടമായി. പിന്നെ ഞാൻ ഡെയിലി യൂസിന് അത് പറ്റാത്തതുകൊണ്ട് അത് എടുത്തില്ല. വീണ്ടും ആ ചേട്ടൻ കാണിച്ചു തന്ന ഫസ്റ്റ് സംഭവം കാണിച്ചു തന്നത് എനിക്കൊന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ രണ്ടിലും ആ സച്ചിൻ ടൈപ്പ് തന്നെയാണ് ഞാൻ വീണ്ടും എടുത്തത് കേട്ടോ. എനിക്കതിൻ്റെ ഒരു സൈസ് നോക്കുമ്പോൾ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന കഴിച്ചതിനും ഇതും കൂടി നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റേത് അത്യാവശ്യം കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് റീചെക്ക് ചെയ്യാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവോ, ഇനി വേഗം പണയം വെക്കാൻ കിട്ടുമോ എന്നൊക്കെ ആയിരിക്കണം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഫൈനലി ആ സച്ചിൻ ചെയിൻ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന കഴിച്ചതിനും ഇപ്പോൾ എടുത്ത കഴിച്ചതിനും തമ്മിലുള്ളൊരു ഡിഫറൻസ് കണ്ടോ? സൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷേ വെയിറ്റിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഹംനത് എൻ്റെ കൂടെ എവിടെയൊക്കെ നടക്കണം എന്നുള്ള വാശിയാണ്. തന്നെ നടക്കാറായിട്ടില്ല, പിടിച്ചാണ് ആശാത്തി നടക്കുന്നത്. അപ്പോൾ അവിടെ മൊത്തം ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നോക്കലും പിടിക്കലും എല്ലാം കൂടി ആയിട്ട് കുറേ സമയം അങ്ങനെ അങ്ങോട്ട് പോയി. ലാസ്റ്റ് അവർ ഷട്ടർ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിനെ. ഹംനാക്ക് ഈ സ്വർണ്ണക്കടയിൽ ചെന്നപ്പോൾ മൊത്തം ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് പോകണം, അടുത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോകണം, അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് നടക്കാനായിട്ടാണ് അവളിങ്ങനെ പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ ഹംന വേഗം വന്നിട്ട് ഞാൻ അബ്ബാടയിൽ ഏൽപ്പിക്കുകയാണ്. ഹംനാന ഇനി എനിക്ക് മതിയായി. ഹയാസ് ആണെങ്കിൽ ഇതേ ഉമ്മി ഷട്ടർ ഇട്ടു, നമ്മളിനി എങ്ങനെ പോകും, ഇവിടെ താമസിക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ അതേ വാങ്ങിയ കഴിച്ച് നല്ല ബോക്സിലാക്കിയിട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാലും തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ.